ഒരു കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കില്ല. ബാങ്ക് ലോണുകൾ നിഷേധിക്കപ്പെടും. എന്തിന്, നിങ്ങളുടെ ഇൻ്റർനെറ്റ് വേഗത പോലും സർക്കാർ കുറച്ചേക്കും. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. പൊതുസ്ഥലങ്ങളിൽ വലിയ സ്ക്രീനുകളിൽ നിയമം ലംഘിച്ചവരുടെ പേരും വിവരങ്ങളും പ്രദർശിപ്പിച്ച് അവരെ പരസ്യമായി അപമാനിക്കുന്ന രീതിയും ചൈനയിലുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം പോലെ ഭയാനകമാണ്. ഈ ഭയത്തെയാണ് ചൈനീസ് സർക്കാർ തങ്ങളുടെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും സ്വകാര്യമായ വികാരങ്ങളെപ്പോലും ഈ സിസ്റ്റം വേട്ടയാടുന്നു എന്നതാണ് ഹ്യൂമൻ ഫാം എന്ന വിശേഷണത്തിന് കാരണം. ചൈനയിലെ പ്രമുഖ മാട്രിമോണിയൽ സൈറ്റുകളും ഡേറ്റിംഗ് ആപ്പുകളും ഇപ്പോൾ ഈ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സോഷ്യൽ സ്കോർ പരിശോധിക്കാൻ സാധിക്കും. കുറഞ്ഞ സ്കോറുള്ള ഒരാളെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ആരും തയ്യാറാകില്ല. കാരണം ഇത് അവരുടെ സ്കോറിനെയും ബാധിച്ചേക്കാം. അതായത് സർക്കാർ പറയുന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ കുടുംബജീവിതം പോലും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പ്രണയവും സ്നേഹവും പോലും ഒരു കമ്പ്യൂട്ടർ അൽഗോരിതം തീരുമാനിക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ. മനുഷ്യനെ വെറും ജൈവിക യന്ത്രങ്ങളാക്കി മാറ്റുന്ന ക്രൂരമായ കാഴ്ചയാണിത്. ചൈനയുടെ ഈ നീക്കം ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്ന് ചൈന ഈ സാങ്കേതികവിദ്യ മറ്റു പല രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. വിവര സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ അത് ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിന് പകരം അവരെ തളച്ചിടാനുള്ള ചങ്ങലയായി മാറ്റുകയാണ്. ഒരു വ്യക്തി എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം, ആരോട് സംസാരിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ് കുറിക്കുന്നത്. സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന ഈ ഡിജിറ്റൽ ഗുലാലുകൾ നാളെ നമ്മുടെ ഇടയിലേക്ക് വന്നേക്കാം. ചൈനയിലെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം നമുക്ക് നൽകുന്ന പാഠം വ്യക്തമാണ്. സാങ്കേതികവിദ്യ അമിതാധികാരമുള്ള ഭരണകൂടങ്ങളുടെ കയ്യിലെത്തിയാൽ അത് മനുഷ്യരാശിയുടെ തന്നെ നാശത്തിന് കാരണമാകും. വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യതയും ഇല്ലാത്ത ഒരു ലോകത്ത് മനുഷ്യൻ വെറും അക്കങ്ങൾ മാത്രമായി മാറും. ചൈനയിലെ ഈ രഹസ്യ നിരീക്ഷണ ലോകത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. വികസനത്തിൻ്റെ പേരിൽ നാം നമ്മുടെ മനുഷ്യാവകാശങ്ങൾ പണയം വയ്ക്കാൻ തയ്യാറാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം.